നമ്മൾ സേഫ്റ്റിക്ക് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. വേണ്ടിയിട്ടാണ്. അതിൽ ഏറ്റവും നല്ലത് യൂസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അവിടെ ഹെൽമെറ്റ് തന്നെ ISA ഉള്ളത് കിട്ടും, ISA ഇല്ലാത്തത് കിട്ടും. തീർച്ചയായിട്ടും. അതന്നെ. അത് ISA ഇല്ലാത്തത് പോലീസിനെ പറ്റിക്കാൻ മറ്റേ ഹെൽമെറ്റ് വെച്ചോണ്ട് പോകണമല്ലേ പോയിട്ട് പോയിട്ട് കാര്യമില്ല. കാര്യമില്ല. സെയിം തന്നെയാണ് ഇത് ജീവനാണ്, അതും ജീവൻ തന്നെയാണ്. അതെ. പക്ഷെ അത് നമ്മളെപ്പോഴും കൺസേൺ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇതിൽ ഇട്ട് ഈ കെമിക്കൽ തന്നെ പല ടൈപ്പ് ഉണ്ട്. ഇപ്പോഴും കരിയും ഉപ്പിടുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അതിനകത്തൊക്കെ ഒത്തിരി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കണ്ടക്റ്റീവ് ആയിട്ടുള്ള കെമിക്കൽസും എർത്ത് പിറ്റ് ചേമ്പേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്, റോഡുകളൊക്കെ അവൈലബിൾ ആണ്. സോളാർ മാസ്റ്ററിന്റെ ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ സിസ്റ്റം എന്താണ് ശരിക്കും? സോളാർ മാസ്റ്ററിന്റെ എന്ന് പറയുമ്പോൾ നമ്മൾ സോളാർ ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും ലൈറ്റിംഗ് പ്രൊട്ടക്ഷൻ സിസ്റ്റം ചെയ്യും. അതല്ലാണ്ട് നമ്മൾ ലൈറ്റിംഗ് പ്രൊട്ടക്ഷൻ സിസ്റ്റം നമ്മൾ ചെയ്യും. ഈ സോളാർ സിസ്റ്റത്തിന് ഒരു ലൈറ്റിംഗ് പ്രൊട്ടക്ഷൻ സിസ്റ്റം എന്തായാലും ചെയ്യണം. അതല്ല, ഇത് നമ്മളൊരു പ്രൊഡക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട്. ലൈറ്റിംഗ് പ്രൊട്ടക്ഷൻ സോളാർ ചെയ്തില്ല എന്നുണ്ടെങ്കിലും നമ്മൾ ലൈറ്റിംഗ് പ്രൊട്ടക്ഷൻ സിസ്റ്റം നമ്മൾ ചെയ്യുന്നുണ്ട്. അതായത് എക്സ്റ്റേണൽ ഇന്റേണൽ പ്രൊട്ടക്ഷൻ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു വലിയൊരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആണ്, അവിടെ നമുക്ക് എന്തായാലും മാൻഡേറ്ററി ആയിട്ട് നമുക്ക് ലൈറ്റിംഗ് അറസ്റ്റർ വേണം. വീടുകൾക്കും ലൈറ്റിംഗ് അറസ്റ്റേഴ്സ് വെക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഇപ്പോൾ നമ്മളൊരു ബൈക്ക് മേടിച്ചിട്ട് നമ്മൾ ഹെൽമെറ്റ് ഇല്ലാണ്ട് പോകുന്ന സിറ്റുവേഷൻ തന്നെയാണ് നമ്മളൊരു വലിയൊരു വീട് അല്ലെങ്കിൽ ഒരു ബിൽഡിങ് ചെയ്തിട്ട് നമ്മളത് ലൈറ്റിംഗ് പ്രൊട്ടക്ഷൻ സിസ്റ്റം ഇല്ലാണ്ട് നമ്മൾ പോകുന്നത്. അത്രയും സേഫ്റ്റി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അത്. ബിൽഡിങ്ങിന് മാത്രമല്ല, ആൾക്കാർക്കും സെയിം പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. അപ്പൊ അത് ലൈറ്റ്നിങ് ശരിക്കും നമുക്ക് ഡയറക്റ്റ് മുകളിൽ നിന്ന് വരുന്ന ലൈറ്റ്നിങ് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്റ്റേണൽ ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ സിസ്റ്റം ഉണ്ട്. പിന്നെ ഇന്റേണൽ ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ എന്ന് പറയാം. ഇന്റേണൽ സർജ് കറണ്ട് നമുക്ക് കയറി വരാം, ലൈറ്റ്നിങ് സർജ് വരാം, വോൾട്ടേജ് കയറി വരാം. നമ്മുടെ വീടുകളിൽ നമ്മൾ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഡിവൈസുകൾ മേടിച്ച് വെച്ചിട്ട് അത് പോകുന്നത് ഈ സർജ് ത്രൂ ആവുമ്പോൾ, ഇപ്പോൾ സർജിന്റെ കോസ്റ്റ് വെച്ചിട്ട് നോക്കുമ്പോൾ അതിന്റെ 10 ഇരട്ടിയോളമുള്ള ഡിവൈസുകൾ നമുക്ക് നല്ലൊരു സർജ് ലൈറ്റ്നിങ് വന്നു കഴിഞ്ഞാൽ പോകാറാണ്. ഇപ്പൊ ഈ ലൈറ്റ്നിങ് അറസ്റ്റേഴ്സിനെ പറ്റി പറഞ്ഞല്ലോ, മാർക്കറ്റിൽ എന്തെല്ലാം ടൈപ്പ് ലൈറ്റ്നിങ് അറസ്റ്റേഴ്സ് ആണ് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത്? ശരിക്കും ലൈറ്റ്നിങ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ആകെ ഒരു ഒറ്റ എക്സ്റ്റേണൽ ലൈറ്റ്നിങ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു സിസ്റ്റമാണ് ശരിക്ക് പാടുള്ളൂ. ഇപ്പോൾ ഇവിടെ മാർക്കറ്റിൽ ഇപ്പൊ എല്ലാവരുടെ അടുത്തും ഇപ്പൊ ലൈറ്റ്നിങ് ഈ ഒരു ചോദ്യം നമ്മൾ കേൾക്കുമ്പോഴേ അല്ലെങ്കിൽ നമ്മുടെ ലൈറ്റ്നിങ്ങിന്റെ ഒരു കാര്യം ഓർമ്മ വരുമ്പോൾ നമുക്ക് ആദ്യം വരുന്നത് ഒരു ഒറ്റ അറസ്റ്റർ നമ്മൾ വെക്കുന്നു, കുറച്ച് സ്പൈക്കുകൾ വരുന്നു. അത് ESC എന്ന് പറയുന്ന ഒരു സിസ്റ്റം വരുന്നത്. ESC എന്ന് പറയുന്ന സിസ്റ്റം 2016 IC അല്ലെങ്കിൽ നാഷണൽ ബിൽഡിംഗ് കോഡ് പ്രകാരം അത് ബാൻ ചെയ്തിരിക്കുന്ന സിസ്റ്റമാണ്. പക്ഷെ ഇപ്പോഴും ഇൻസ്റ്റലേഷൻസ് നടക്കുന്നത് ഇപ്പോൾ റെസിഡൻഷ്യൽ ഉണ്ടോ, കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകളിൽ നമുക്ക് അപ്രൂവൽ വേണ്ടിടത്ത് ഇത് ചെയ്യാൻ പറ്റില്ല. ചെയ്ത് കഴിഞ്ഞാൽ അപ്രൂവൽ കിട്ടാത്തത് കൊണ്ട് തന്നെ അവിടെ അത് ചെയ്യില്ല. പക്ഷെ റെസിഡൻഷ്യൽ പ്രൊജക്ടുകൾ ഇപ്പോഴും ഇൻസ്റ്റലേഷൻ നടക്കുന്നുണ്ട്. അത് ചെയ്യുന്ന കമ്പനി അവയർ അല്ലാത്തതുകൊണ്ടാണോ അതോ കസ്റ്റമർ കൊണ്ടുള്ള ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇത് ESC എന്ന് പറയുന്ന സിസ്റ്റം ശരിക്കും ഒരു വിർച്വൽ ഹൈറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അതിന് വരുന്നുണ്ട്. അതൊന്നും പ്രൂവൺ ആയിട്ടുള്ള ഒരു ടെക്നോളജി അല്ല, അതുകൊണ്ടാണ് അത് ബാൻ ചെയ്തത്. വേറെ ഒത്തിരി കാര്യങ്ങളുണ്ട്, പക്ഷെ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുമ്പോൾ ഒരു വിർച്വൽ ഹൈറ്റ് എന്ന് പറയുന്ന ഒരു ടെക്നോളജിയാണ് അവർ മെയിൻ ആയിട്ട് പറയുന്നത്. അത് പ്രൂവൺ അല്ല, അതുകൊണ്ടാണ് അത് ബാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ കൊടുക്കുന്ന സൊല്യൂഷൻ കൺവെൻഷണൽ ലൈറ്റ്നിങ് എന്ന് പറയും. അതായത് നമ്മൾ ചുറ്റും നമ്മൾ കണ്ടക്ടേഴ്സും ടെർമിനൽസും ഡൗൺ കണ്ടക്ടേഴ്സൊക്കെ ഓടിച്ച് നമ്മൾ ചെയ്യുന്നത്. ഇപ്പം നോർമലി ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ESC എന്ന് പറയുന്ന ബാൻ ചെയ്തിരിക്കുന്ന സിസ്റ്റം ചെയ്യുന്ന മിക്ക സ്ഥലങ്ങളിലും ഒറ്റ എർത്ത് പിറ്റേ ചെയ്യുള്ളൂ. നമുക്ക് മിനിമം 2 എർത്ത് പിറ്റ് വേണം. അപ്പോൾ നമ്മൾ ചെയ്യുന്ന സിസ്റ്റം മിനിമം 2 എർത്ത് പിറ്റ് ഉണ്ടാവും. പിന്നെ ബിൽഡിങ്ങിന്റെ ഏരിയയ്ക്ക് അനുസരിച്ചിട്ട് എർത്ത് പിറ്റുകളുടെ എണ്ണം കൂടും. ഇപ്പോൾ വീടുകളിൽ തന്നെ 4 എർത്ത് പിറ്റും 6 എർത്ത് പിറ്റുകളും ചെയ്തിട്ടുള്ള വീടുകളുണ്ട്. പിന്നെ ഇത് എവിടെയാണോ ഇതിരിക്കുന്ന ഏരിയ ആണോ, ഈ ബിൽഡിംഗ് ചെയ്യേണ്ട ബിൽഡിംഗ് ഏത് ഏരിയയിലാണോ അതിനനുസരിച്ചിട്ടുള്ള അവിടെ ലൈറ്റ്നിങ് സ്ട്രൈക്കിനുള്ള പോസിബിലിറ്റീസ് എന്തോരം ഉണ്ട് എന്നുള്ളതിനൊക്കെ അനുസരിച്ചിട്ടുള്ള ഡിസൈനിങ് മാറും. മെഷ് എർത്തിങ് വരുന്നുണ്ട്. പിന്നെ ലൈറ്റ്നിങ്ങിൻ്റെ നമ്മുടെ കണ്ടക്ടേഴ്സ് പാസ് ചെയ്യുന്ന മെത്തേഡിലുള്ള വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. റോളിംഗ് സ്പിയർ മെത്തേഡ് എന്ന് പറയുന്ന കാൽക്കുലേഷൻ വരുന്നുണ്ട്. അങ്ങനെയുള്ള ഒത്തിരി കാൽക്കുലേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴും നമ്മൾ ചെയ്യുമ്പോഴത് ആദ്യം ചോദിക്കേണ്ട ചോദ്യം ഇത് കൺവെൻഷണൽ ലൈറ്റ്നിങ് അറസ്റ്റർ തന്നെയാണോ നിങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു നമ്മുടെ വീട്ടിലൊരു സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ ബിൽഡിങ്ങിലൊരു സിസ്റ്റത്തിന് ഇൻസ്റ്റലേഷൻ വരുമ്പോൾ നമ്മൾ ആദ്യം കമ്പനീൻ്റെ അടുത്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ വരുന്ന കമ്പനിയുടെ അടുത്ത് ചോദിക്കേണ്ടത് ഇത് കൺവെൻഷണൽ തന്നെയാണോ എന്നുള്ളതാണ്. മനസ്സിലായി. അപ്പോൾ അതും ഈ കൺവെൻഷനിൽ തന്നെ ഞങ്ങൾ ചെയ്യുന്നത് ഡെന്ന്, കേപ്പ്, ഒബ്ബോ എന്നുള്ള ഇതിനകത്ത് ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ബ്രാൻഡുകളാണ്. ഈ ബ്രാൻഡുകളുടെയാണ് നമ്മൾ ലൈറ്റ്നിങ് അറസ്റ്റർ നമ്മൾ ചെയ്യുന്നത്. എസ്പെഷ്യലി ഇപ്പൊ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ പിന്നെ അവിടെ സബ് സ്റ്റാൻഡേർഡ് കാര്യങ്ങൾ യൂസ് ചെയ്യുന്ന അർത്ഥമില്ല. ഇത് തന്നെ ചെയ്യണത് നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. അതിൽ ഏറ്റവും നല്ലത് യൂസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഹെൽമെറ്റ് തന്നെ ISA ഉള്ളത് കിട്ടും, ISA ഇല്ലാത്തത്. അത് ISA ഇല്ലാത്തത് പോലീസിനെ പറ്റിക്കാൻ മറ്റേ ഹെൽമെറ്റ് വെച്ചോണ്ട് പോകണമല്ലേ പോയിട്ട് കാര്യമില്ല. സെയിം തന്നെയാണ് ഇത് ജീവനാണ്, അതും ജീവൻ തന്നെയാണ്. പക്ഷെ
അത് നമ്മളെപ്പോഴും കൺസേൺ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ഒരു എർത്ത് പിറ്റ് വരുമ്പോൾ അത് നമ്മൾ 3 മീറ്റർ ഡെപ്തിലാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്, 3 മീറ്റർ ഡെപ്തിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ താഴത്തേക്ക് പോയിട്ടുള്ള ഏരിയാസും ഉണ്ട്. അപ്പോൾ ഇത് മിനിമം 3 മീറ്റർ എങ്കിലും നമ്മൾ ഡെപ്തിൽ നമ്മൾ എർത്ത് റോഡ് ഇറക്കി കെമിക്കൽ ഇട്ട്, ഈ കെമിക്കൽ തന്നെ പല ടൈപ്പ് ഉണ്ട്. ഇപ്പോഴും കരിയും ഉപ്പിടുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അതിനകത്തൊക്കെ ഒത്തിരി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കണ്ടക്റ്റീവ് ആയിട്ടുള്ള കെമിക്കൽസും എർത്ത് പിറ്റ് ചേമ്പേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്, റോഡുകളൊക്കെ അവൈലബിൾ ആണ്. അപ്പൊ ഇതെല്ലാം നമ്മൾ നോക്കിയിട്ട് വേണം നമ്മൾ ഇത് ചെയ്യാനായിട്ട്. പക്ഷെ പൊതുവെ ഞാനിപ്പോ എനിക്കിതിൽ മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതൊരു ബിസിനസ് ഓണർക്ക്, ഒരു ബിൽഡിംഗ് ഓണർക്കോ അല്ലെങ്കിൽ ഒരു വീട്ടുടമസ്ഥനോ ഒരു പക്ഷേ ഇതിന്റെ ഒരു ആവശ്യകതയെ പറ്റിയോ അല്ലെങ്കിൽ അപകടങ്ങളെ പറ്റി വലിയ ധാരണ ഉണ്ടാവില്ല. ഇത് പൊതുവെ ഇതിനെപ്പറ്റി പറയുക ആ വീടിന്റെ ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ കമ്പനി ആണെങ്കിൽ അതിന്റെ ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഇവര് ഇതിനെപ്പറ്റി എത്രത്തോളം അവെയർ ആണ് ശ്രീകാന്തിന്റെ ഒരു? അത് നമ്മൾ ഓരോ സൈറ്റ് അല്ലെങ്കിൽ ഓരോ വീടുകൾ നമ്മൾ ചെല്ലുമ്പോഴും അല്ലെങ്കിൽ ഇപ്പോൾ മിക്കവാറും കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകളിൽ ഓൾമോസ്റ്റ് അവർ അവെയർ ആയിരിക്കും ഇതിനെപ്പറ്റി. കാരണം ഒരു എഞ്ചിനീയറിംഗ് ടീം അതിന്റെ ബാക്കിൽ എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഈ റെസിഡൻഷ്യൽ പ്രൊജക്റ്റുകൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് അവിടെ അവരവയറല്ല, ഇലക്ട്രീഷ്യന്മാരായിരിക്കും വന്നിട്ട് അത് അന്ന് അറിയാവുന്ന ഇലക്ട്രീഷ്യന്മാരുണ്ട് കേട്ടോ ഇതിനെപ്പറ്റി, പ്രൊഡക്റ്റിനെ പറ്റി. അല്ലാത്ത ആൾക്കാർ ഇതിനെപ്പറ്റി അവെയർ അല്ലാത്തത് കൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു ഇൻസ്റ്റലേഷൻ, ഇപ്പോൾ നമ്മൾ വീട്ടിൽ ELCB വെക്കുക, ELCB നമുക്ക് എന്തായാലും വെച്ചേ പറ്റുള്ളൂ. നമുക്ക് അതിൻ്റെ സർട്ടിഫിക്കറ്റ് KSB കൊടുത്ത് അപ്രൂവൽ എടുത്താലാണ് നമുക്ക് ഇത് കിട്ടുള്ളൂ. അതേപോലെ തന്നെ മാൻഡേറ്ററി ആക്കേണ്ട ഒരു കാര്യം കൂടിയാണ് ഈ SPD അല്ലെങ്കിൽ സർജ് പ്രൊട്ടക്ഷൻ. ഇപ്പോൾ നമ്മുടെ ഇന്റേണൽ പ്രൊട്ടക്ഷന്റെ കാര്യം വരുമ്പോൾ അത് വീട്ടിൽ നമ്മൾ വയറിങ് ചെയ്യുന്നു, വലിയ വീട് പണിയുന്നു, വലിയ ഡിവൈസുകൾ മേടിച്ച് വെക്കുന്നു, പക്ഷെ ഇതൊന്നും പ്രൊട്ടക്ട് ചെയ്യാനുള്ള, അത് പോട്ടെ നമ്മുടെ ജീവനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള കാര്യം നമ്മൾ വെച്ചില്ലാന്നുണ്ടെങ്കിൽ വലിയ വീടിന്റെ അർത്ഥം എന്താ? ഈ മൾട്ടി സ്റ്റോറേഡ് ബിൽഡിങ്സിന് മാത്രമാണോ ഈ ലൈറ്റ്നിങ് പ്രൊട്ടക്ഷന്റെ ആവശ്യം, അതോ ഇത് എല്ലാ ബിൽഡിങ്ങുകൾക്കും ഇത് മാൻഡേറ്ററി ആണെന്ന് ശ്രീകാന്ത് പറയും? അതിപ്പോ ഇന്ന ആൾക്ക് ലോട്ടറി അടിക്കാം മാത്രമേ അടിക്കുള്ളൂ എന്നുള്ളതില്ലല്ലോ, ആർക്ക് വേണേലും അടിക്കാം. അതേപോലെ തന്നെയാണ് എവിടെ വേണേ നമുക്ക് സ്ട്രൈക്ക് വരാം. പക്ഷെ നമുക്ക് നമ്മുടെ ബിൽഡിങ്ങിനോട് ചേർന്ന് വേറെ വലിയ ബിൽഡിംഗ് ഉണ്ട്, നമ്മളൊക്കെ വലിയൊരു ബിൽഡിംഗ് ഉണ്ട്, അവിടെ ലൈറ്റിംഗ് അറസ്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കുള്ള പോസിബിലിറ്റി കുറവാണ്. പക്ഷെ 100% നമുക്ക് സ്ട്രൈക്ക് വരില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സ്ട്രൈക്ക് വരാം. മനസ്സിലായി. അപ്പൊ അങ്ങനെ വരുമ്പോ ഇനി ഇതൊരു അഫോർഡബിലിറ്റിയിലേക്ക് പോകും, ചിന്തിക്കേണ്ട വരും. അപ്പൊ ഇതിന്റെ ചെലവ് എന്താണ്? ഇത് വളരെ വലിയ ചെലവ് വരുന്ന ഒരു സംഭവം ഇല്ല, അങ്ങനെ വളരെ വലിയ ചെലവ്. ഇപ്പൊ ഒരു വീടിന്റെ ഒരു വലിയൊരു വീട് ചെയ്തിരിക്കുന്നതിന്റെ കോസ്റ്റ് നോക്കി കഴിഞ്ഞാൽ ഒരു 1% അല്ലെങ്കിൽ ഒരു മാക്സിമം 2% ഒക്കെ ആയിരിക്കും നമുക്ക് അതിന്റെ കോസ്റ്റ് വരിക. ഇത് അപ്ഫ്രണ്ട് കോസ്റ്റ് അല്ലാണ്ട് എന്തെങ്കിലും മെയിൻ്റെനൻസ് അങ്ങനെ എന്തെങ്കിലും ചെലവ് വരുന്നുണ്ടോ ഇതിന്? ഇല്ല, നമുക്ക് ഇപ്പോൾ ലൈറ്റ്നിങ് നമുക്ക് ആവറേജ് ഒരു റഫ് ആയിട്ടുള്ള ഒരു കോസ്റ്റ് പറയുകയാണെങ്കിൽ ഒരു 75,000 to ഒരു 1.5 lakh ഒക്കെയാണ് ആവറേജ് ഉള്ള ഒരു വീടുകൾക്ക് വരുന്നത്. പിന്നെ വീടുകളുടെ വലിപ്പത്തിനനുസരിച്ചുള്ള വ്യത്യാസങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കും. പിന്നെ മെയിൻ്റെനൻസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് വേറെ മെയിൻ്റെനൻസ് ആയിട്ടൊന്നും, എല്ലാ മെക്കാനിക്കൽ പാർട്ടുകൾ തന്നെ വരും, വേറെ ആൻഡ് ടീറോ കാര്യങ്ങളോ അങ്ങനെയുള്ളതൊന്നും വരുന്നില്ല. പിന്നെ നമുക്ക് ഈ നമ്മുടെ എർത്തിന്റെ വാല്യൂ എന്തോരം ഉണ്ട്, അതിന്റെ റെസിസ്റ്റിവിറ്റി എന്തോരം ഉണ്ട് എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുക. അതിനെന്തെങ്കിലും കുറവുണ്ട്, റെസിസ്റ്റിവിറ്റി കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ കണ്ടക്ടിവിറ്റി കൂട്ടാനായിട്ടുള്ള കാര്യങ്ങൾ, കെമിക്കൽസ് ആഡ് ചെയ്യുക, എന്താണ് അവിടെ ചെയ്യേണ്ടത് അതൊന്ന് ഇടയ്ക്ക് ചെക്ക് ചെയ്ത് പോകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് വീടുകൾക്ക് വെക്കുന്ന സർജ് പ്രൊട്ടക്ഷൻ ഡിവൈസ് എന്ന് പറഞ്ഞാൽ, വീടുകൾക്ക് നമ്മൾ KSB ലൈൻ ത്രൂ കയറി വരുന്ന സർജിനെ അത് പ്രൊട്ടക്ട് ചെയ്യണം, ഇടിമിന്നൽ കയറി വഴി വരുന്ന സർജിനെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ വരുന്നത് MOV മെറ്റൽ ഓക്സൈഡ് വെരിസ്റ്റർ എന്ന് പറയുന്ന ഒരു കമ്പോണന്റ് ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് അധികം സ്ട്രൈക്കുകൾ വന്നു കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ കാട്രിഡ്ജ് കത്തിപ്പോവും. അപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കുക. അപ്പോൾ അവിടെ കാണിക്കും ഓട്ടോമാറ്റിക്കായിട്ട് റീപ്ലേസ് ചെയ്യാൻ എന്നുള്ള സിറ്റുവേഷൻ ആയിട്ടുണ്ടെങ്കിൽ റെഡ് ഒരു ഇൻഡിക്കേഷൻ കാണിക്കും, അല്ലെങ്കിൽ അത് ഗ്രീൻ ആയിരിക്കും, അല്ലെങ്കിൽ വേറെ കളറായിരിക്കും. അത് റെഡ് അപ്പോൾ കാണിക്കുന്നു, അപ്പോൾ അത് റീപ്ലേസ് ചെയ്യും. അത് നമുക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് മാറ്റേണ്ടതാണ്. ആ സമയത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് പല റേറ്റിംഗ് ഉള്ളത് വരുന്നുണ്ട്. ഇപ്പൊ ഇതും ഈ ആദ്യം സോളാർ പറഞ്ഞതുപോലെ തന്നെ, അല്ലെങ്കിൽ EV ചാർജിങ് സ്റ്റേഷൻ പറഞ്ഞതുപോലെ തന്നെ ഇതിനകത്തും പല കമ്പോണൻസ്, പല ബ്രാൻഡുകൾ വരുന്നുണ്ട്. സ്വന്തമായിട്ട് മാനുഫാക്ചറിങ് ഇല്ലാണ്ട് ഇപ്പോൾ ചൈനയിൽ നിന്ന് എൻ്റെ പേരിൽ ഇറക്കാം എന്നുള്ളത് പോലെ തന്നെ, ചൈനയിൽ എല്ലാ ചൈനീസ് പ്രൊഡക്റ്റിനെയും കുറ്റം പറയുന്നില്ല, നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകൾ ഇറക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും മോശമായിട്ടുള്ളത് തന്നെ ആയിരിക്കും എന്തായാലും റീബ്രാൻഡ് ചെയ്ത് വരുമ്പോൾ അവർക്ക് എക്കണോമിക്കലി അല്ലെങ്കിൽ മാർക്കറ്റിൽ സെയിൽസ് പിടിക്കണം എന്നുണ്ടെങ്കിൽ ഏറ്റവും അവരെ സംബന്ധിച്ച് നല്ലതായിരിക്കും. പക്ഷെ ഇതിന്റെ ക്വാളിറ്റി നോക്കുമ്പോഴത്തേക്കും തീരെ കുറവായിരിക്കും. അപ്പം നല്ല ക്വാളിറ്റി ഉള്ളത് എപ്പോഴും നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി സെലക്ട് ചെയ്യാന്നുള്ളതാണ്. ഇടിമിന്നൽ കൊണ്ടുണ്ടാവുന്ന പ്രൊട്ടക്ഷനെ പറ്റി നമ്മൾ പറഞ്ഞു. ഈ വീടിനകത്തുള്ള ഉപകരണങ്ങൾ കത്തിപ്പോകുന്നതും ഈ ഒരു പ്രശ്നം കൊണ്ടാണോ? അതിനുള്ള സൊല്യൂഷൻ ഇത് തന്നെയാണോ? അല്ലല്ല, ഇത് നമ്മളിപ്പോൾ പറഞ്ഞത് എക്സ്റ്റേണൽ ലൈറ്റിംഗ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന സിസ്റ്റമാണ്. അതായത് നമ്മുടെ വീടിന്റെ പുറത്ത് വരുന്ന എക്സ്റ്റേണൽ ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ ആണ്. ഇന്റേണൽ പ്രൊട്ടക്ഷൻ ആണ് നമുക്ക് വീടുകൾക്ക് അകത്ത് വരുന്നത്.
സ്വിച്ചിങ് സർജ് എന്ന് പറയുന്ന ഒരു സർജ് കയറി വരാം. അപ്പോൾ നമ്മുടെ വീടിനടുത്തുള്ള അല്ലെങ്കിൽ ബിൽഡിങ്ങിനടുത്തുള്ള ഒരു വലിയൊരു ഹെവി എക്യുപ്മെന്റ് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ അത് സ്വിച്ച് ചെയ്യുന്ന ഓൺ ഓഫ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്ലക്ച്വേഷൻ ഉള്ള സമയത്ത് KCBയുടെ ലൈൻ ത്രൂ കയറി വരാവുന്ന സർജുകൾ, ഇതൊക്കെ ഉള്ള പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ടാണ് SPD വെക്കുന്നത്. പ്ലസ് നമുക്ക് ലൈറ്റ്നിങ്, നമ്മുടെ KCBയുടെ ലൈനിലോ എവിടെയെങ്കിലും ലൈറ്റ്നിങ് സ്ട്രൈക്ക് ചെയ്തിട്ട് നമ്മുടെ വീടിനകത്തേക്കോ ബിൽഡിങ്ങുകളിലേക്കോ കയറി വന്നു കഴിഞ്ഞാൽ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി വെക്കുന്ന സിസ്റ്റമാണ് SPD എന്ന് പറയും. സർജ് പ്രൊട്ടക്ഷൻ ഡിവൈസ് എന്നാണ് അതിനെ പറയുന്നത്. ഓക്കെ ഓക്കെ. അതായത് ഒന്ന് ലൈറ്റ്നിങ്ങിനെ പ്രതിരോധിക്കാനും ഒന്ന് നമുക്ക് ലൈനിലൂടെ കയറി വരുന്ന സർജിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടാണ് അത് വെക്കുന്നത്. അത് രണ്ടും വ്യത്യാസമുണ്ട്. ഇപ്പൊ നമ്മൾ വീടിന് മുകളിൽ വെച്ചിട്ട് ഈ അകത്തുള്ള പ്രൊട്ടക്ഷൻ കിട്ടില്ല, അകത്ത് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് കിട്ടില്ല. ചെയ്യുമ്പോഴെപ്പോഴും രണ്ടും കൂടി കമ്പൈൻഡ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഈ 90% സാധാരണക്കാരിൽ പെട്ട ഒരാളെന്നുള്ള രീതി ഞാൻ ചോദിക്കാണ്. ഇപ്പൊ എന്റെ അറിവില് നമ്മുടെ വീട്ടിൽ ELCBയും MCBയും ഒക്കെ വെച്ചേക്കുന്നത് ഇത്തരത്തിലുള്ള പ്രൊട്ടക്ഷൻ ആണെന്നാണ് ഞാൻ ഇതുവരെ അറിഞ്ഞിരുന്നത്. അപ്പൊ അത് പോരാന്നാണോ പറയണത്? അതെ അതെ. എപ്പോഴും ELCB എന്ന് പറയുന്ന എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറയുന്നത്. അത് നമുക്ക് എന്തെങ്കിലും ഒരു എർത്ത് നമുക്ക് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഡിവൈസുകൾക്ക് വന്നു കഴിഞ്ഞാൽ, എർത്ത് ലീക്കേജ് വന്നു കഴിഞ്ഞാൽ അതിനെ പ്രൊട്ടക്ട് ചെയ്യാം. ഇതിനൊക്കെ റെസ്പോൺസ് ടൈം ഉണ്ട്. ഇപ്പോൾ ഒരു MCB വെച്ചിരിക്കുന്നതിൻ്റെ പർപ്പസ് വേറെയാണ്. അപ്പോൾ ഈ ഒരു ഡിവൈസുകളൊക്കെ നമുക്ക് ഇതിന് റെസ്പോൺസ് ചെയ്യാൻ എടുക്കുന്ന സമയമുണ്ടല്ലോ, ഈ സമയം വേണ്ട നമുക്ക് ലൈറ്റ്നിങ്ങിന് അല്ലെങ്കിൽ അതിന് മുമ്പെല്ലാം അടിച്ചു പോകും. ഇത് മൈക്രോ സെക്കൻഡിൽ പാസ് ചെയ്തു പോകും. അപ്പോൾ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ട് ഒരു കാര്യമില്ല, അതിന് സർജ് തന്നെ വേണം. അപ്പോൾ നിങ്ങളുടെ ആവശ്യം ഒരു സോളാർ ഇൻസ്റ്റാളേഷൻ ആവട്ടെ, ഇനി അതല്ല ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട് നിങ്ങളൊരു EV ചാർജിങ് ഇൻസ്റ്റാളേഷൻ ആവട്ടെ, അതല്ല നിങ്ങളുടെ വീടിൻ്റെയും നിങ്ങളുടെ കൊമേഴ്ഷ്യൽ ബിൽഡിങ്സിൻ്റെയും പ്രൊട്ടക്ഷനുള്ള ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ സർജ് പ്രൊട്ടക്ഷൻ എന്തുമാവട്ടെ നിങ്ങളുടെ റിക്വയർമെൻറ്റ്സ്. ഇനി അതൊന്നുമല്ല, നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും സംശയങ്ങളുണ്ട്, കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിലും സോളാർ മാസ്റ്ററിനെ കോൺടാക്ട് ചെയ്യാം. അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ തരുന്നതാണ്. So thank you, Srikanth. Thank you.